യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്. നല്ലൊരു തിങ്കളാഴ്ച ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ഇരിക്കുക. ദൈവകരങ്ങളിൽ പൂർണ്ണമായി നിങ്ങളെ ഏൽപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് യേശു കൂട്ടിക്കൊണ്ടുവന്ന ഓരോരുത്തരുമാണ് ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും. യേശു കൂട്ടിക്കൊണ്ടുവരാത്ത ആരും ഈ കൂട്ടായ്മയിലില്ല. ദൈവം കൂട്ടിക്കൊണ്ടുവന്നവരാണ്. ദൈവം ഒരുമിച്ച് നിർത്തിയവരാണ്. ദൈവം ഒരുമിച്ച് കൊണ്ടുവന്നവരാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, രാജ്യങ്ങളിൽ, ദേശങ്ങളിലൊക്കെ ആണെങ്കിലും ദൈവം കൂട്ടിക്കൊണ്ടുവന്ന് ഒരുമിച്ച് നിർത്തിയവരാണ്. യാദൃശ്ചികമായി അബദ്ധത്തിൽ എങ്ങനെയോ സംഭവിച്ച ഒരു കാര്യമല്ല ഇത്. ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. നമ്മൾ ചെയ്യുന്നത് എന്താണ്? ദൈവവചനം കേൾക്കുന്നു, ആ വചനത്തെപ്പറ്റി ചിന്തിക്കുന്നു, ധ്യാനിക്കുന്നു. ഒരാൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ അതാണ് ആ വചനത്തിലെ അനുഗ്രഹങ്ങൾ എന്നിലെത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യം. അത് വചനം കേൾക്കുകയും അത് സ്വീകരിക്കുകയും അത് കുറച്ചു നേരം ധ്യാനിക്കുകയും ചെയ്യുമ്പം ആ വചനത്തിലെ അനുഗ്രഹങ്ങൾ ദൈവകൃപയിൽ അതെന്നിലെത്താൻ തുടങ്ങുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുമോ? ദൈവമേ, അങ്ങ് ഇന്ന് തരുന്ന അനുഗ്രഹത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ ഇടയാകണമേ. അങ്ങ് എനിക്ക് തരുന്ന അനുഗ്രഹത്തിലേക്ക്, സൗഖ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഇന്നെനിക്ക് ഇടയാകണമേ. എൻ്റെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ള നിരാശയും വിഷമവും ഒക്കെ മാറ്റണമേ. എൻ്റെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ള ദേഷ്യം, പക, വൈരാഗ്യമൊക്കെ മാറ്റണമേ. എൻ്റെ മനസ്സിനെ ശാന്തതയോടെ കൊണ്ടുപോകാൻ എനിക്ക് ശക്തിയും വിവേകവും ധൈര്യവും പ്രചോദനവും ഒക്കെ തരണമേ. പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊക്കെ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന അമ്മയോട് അല്ലെ ഭാര്യയോട് നമ്മൾ ചോദിക്കും. രാവിലെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇന്നെന്താ രാവിലെ? ഇന്നെന്താ രാവിലെ? അല്ലെ പിള്ളേർ അമ്മയോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താ അമ്മേ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് എന്താണ്? അപ്പോൾ ആ മക്കളെ സ്നേഹിക്കുന്ന, കുടുംബത്തെ സ്നേഹിക്കുന്ന അമ്മ അല്ലെങ്കിൽ ഭാര്യ ആ വീട്ടിലുള്ളവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഓരോ ദിവസവും ഉണ്ടാക്കും. ഓരോ ദിവസവും ഉണ്ടാക്കും. പക്ഷെ ഇഷ്ടമില്ലാത്തത് ഉണ്ടാക്കുമോ? ഈ വീട്ടിലെ ആർക്കും ഇഷ്ടമില്ലാത്തത് ആ വീട്ടിലുള്ളവരുണ്ടാക്കില്ല. ഇഷ്ടപ്പെടുന്നവർ അവരിഷ്ടപ്പെടുന്നതാണ്. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുവാണ്, ദൈവം ആരാണ്? ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ ദൈവം നമുക്ക് ഓരോ ദിവസവും തരുന്നത് എന്തായിരിക്കും? നമുക്ക് ഏറ്റവും അനുഗ്രഹമുള്ളത്, നമുക്കേറ്റവും ഉപകാരമുള്ളത്, നമുക്കേറ്റവും ഗുണം ചെയ്യുന്നത്, ഏറ്റവും നന്മയായിട്ടുള്ളത് ദൈവം ഓരോ ദിവസവും നമുക്കും ദൈവവചനത്തിലൂടെ തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഈ വാക്യം ഒന്ന് വായിക്കുവാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ ആ കുളത്തിലേക്കിറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിലിറങ്ങിക്കഴിയും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, എന്നെ അനുഗ്രഹിക്കാനും എന്നെ സൗഖ്യമാക്കാനും ദൈവത്തിന് ഇഷ്ടമാണ്. ഈ 38 വർഷമായി കിടന്ന ആളെക്കുറിച്ചുള്ള പൊതുജനത്തിൻ്റെ അഭിപ്രായം എന്തായിരിക്കും? ഇനി എഴുന്നേക്കില്ല, ഇനി കയറി വരില്ല, ഇനിയൊരു നല്ല ജീവിതമില്ല, പുള്ളിയുടെ കാര്യം പോയി, ഇനി എങ്ങനെ ശരിയാകാനാ? 1-2 വർഷമാണോ?
അങ്ങനെ കിടന്ന് ശരീരത്തിന് പോലും, മസിലുകൾക്ക് പോലും, ആരോഗ്യത്തിന് പോലും നല്ല ക്ഷീണം സംഭവിച്ചിട്ടുണ്ടാകും. 38 വർഷം ഒരാൾ കിടപ്പിൽ കിടന്നാൽ തന്നെ അയാളുടെ മസിൽസ് എല്ലാം വീക്കാവും, ഞരമ്പ് വീക്കാവും, സാധാരണ പോലെ നടക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ കിടന്ന് ശരീരം പൊട്ടാൻ സാധ്യതയുണ്ട്. വലിയൊരു പ്രതിസന്ധിയാണ്. ഇനിയൊരു പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാത്ത വിധത്തിലാണ് ആളുടെ അവസ്ഥ. പക്ഷേ ആ വ്യക്തിയെ സൗഖ്യമാക്കാൻ, ആ വ്യക്തിയെ ആ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ യേശു അവിടെ ചെന്നു. പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കുന്ന നിങ്ങളോടും പറയാം, മനുഷ്യൻ കുറേ അഭിപ്രായങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കിട്ടില്ല, ഇനി ഇത് ശരിയാകില്ല, ഇനി എങ്ങനെ ശരിയാകാനാണ്, ഇത്രയും വയസ്സായില്ലേ, ഇനി നടക്കാനാണോ, ഇനി ശരിയാകാനാണോ, ഇനി ഇത് നടക്കില്ല. നെഗറ്റീവായ കുറേ കാര്യങ്ങൾ നമ്മുടെ തലയിൽ കാണും. ഇനി നീ വീട് വയ്ക്കില്ല, ഇനി നിൻ്റെ കല്യാണം നടക്കില്ല, ഇനി നിനക്ക് മക്കളുണ്ടാകില്ല, ഇനി നിനക്ക് ജോലി ലഭിക്കില്ല, നിൻ്റെ ജീവിതം ഇങ്ങനെയായി പോകത്തേ ഉള്ളൂ, ഇത് സൗഖ്യമാകുന്ന ലക്ഷണമില്ല. ഇങ്ങനെയൊക്കെ പലതും കേൾക്കും. പക്ഷേ വിശ്വാസത്തോടെ ഇരിക്കുന്ന, ഇന്ന് തിങ്കളാഴ്ച ദിവസം ഒരു കടുകോളം വിശ്വാസത്തോടെ ആയിരിക്കുന്നെങ്കിൽ നിങ്ങളോട് പറയാം, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നൊരു ദൈവത്തെ വിശ്വാസത്തിൽ ഞാൻ കാണുകയാണ്. നിങ്ങളുടെ അടുത്തേക്ക് എന്തിന്? നിങ്ങളുടെ ജീവിതത്തിലൊരു വിടുതൽ നൽകാൻ, നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് കൈപിടിച്ചുയർത്താൻ, നിങ്ങളുടെ ജീവിതം ഒന്ന് രക്ഷപ്പെടാൻ സഹായിക്കാൻ ആഗ്രഹിച്ച് വരുന്നൊരു ദൈവത്തെ വിശ്വാസത്തിൽ കാണുകയാണ്. ആ ബത്ശേദ കുളക്കരയിൽ 38 വർഷക്കാലം കിടന്ന ആള് സാധാരണ പോലെ ആകും. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുമെന്ന് ഒരു കുഞ്ഞു പോലും ആ പഞ്ചായത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, ആ നാട്ടിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, കുടുംബക്കാരോ പ്രിയപ്പെട്ടവരോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ദൈവം ആരാണ്? മറ്റൊരാളുടെ പ്രതീക്ഷയ്ക്കപ്പുറം വേറൊരാളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ വലിയ കാര്യങ്ങളെ ചെയ്യാൻ കഴിവുള്ളവനാണ് ദൈവം. എന്നെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. എൻ്റെ വീടിനെ, എൻ്റെ പിള്ളേരെ, എൻ്റെ ജീവിത പങ്കാളിയൊക്കെ രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ബത്ശേദ കുളക്കരയിൽ കിടന്ന രോഗിയോട് യേശു ചോദിച്ചു, സൗഖ്യമാകാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, എനിക്കാരുമില്ല, ഈ കുളത്തിലിറക്കാൻ പോലും ആരുമില്ല, ഇവിടെ കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ട്, എനിക്കാരുമില്ല. ആരുമില്ലാത്തവരുടെ അടുത്തേക്കൊരു വന്ന ദൈവത്തെ നിങ്ങൾ കണ്ടോ? അവിടെ ആരെങ്കിലുമൊക്കെ ഉള്ളവരുണ്ട്. ആ വെള്ളം ഇളകുമ്പോൾ വെള്ളത്തിലിറക്കാൻ, തിരിച്ചു കൂട്ടിക്കൊണ്ടുപോകാൻ, സൗഖ്യമാകാൻ അല്ലെങ്കിൽ അടുത്ത് നിന്ന് സഹായിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ വ്യക്തി പറയുന്നുണ്ട്, എനിക്കാരുമില്ല. ആരുമില്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ട്. ആരുമില്ലാത്തവരുടെ അടുത്തേക്കാണ് ദൈവം ആദ്യം വരുന്നത്. ഒറ്റപ്പെട്ടു പോയോ? ഏത് നാട്ടിലാകട്ടെ, ഏത് രാജ്യത്താകട്ടെ, ഏത് വീട്ടിലാകട്ടെ, നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയോ? എനിക്കാരുമില്ലല്ലോ, എനിക്ക് വേണ്ടി പറയാൻ ആരുമില്ലല്ലോ, എനിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കാൻ ആരുമില്ലല്ലോ, എന്നെ സത്യസന്ധമായി സഹായിക്കാൻ ആരുമില്ലല്ലോ, എന്നെ ഒന്ന് ബലപ്പെടുത്താൻ ആരുമില്ലല്ലോ, എൻ്റെ വീട്ടിൽ വരാൻ ആരുമില്ലല്ലോ. എൻ്റെ വീട്ടിൽ വരാൻ ആരുമില്ലെന്ന് തോന്നിയാലും എൻ്റെ ദൈവം എന്നെ തള്ളിക്കളയത്തില്ല. എന്നെ ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട്. ഞാനായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. 38 വർഷക്കാലം ബത്ശേദ കുളക്കരയിൽ കിടന്ന രോഗി വസ്ത്രം മാറിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ശരിയായ ഒരു നല്ല വൃത്തിയോടെയൊന്നും ആയിരിക്കില്ല അവിടെ കിടന്നത്. ചിലപ്പോൾ ദുർഗന്ധമുള്ള ശരീരമായിരിക്കും. അത്ര ഭംഗിയുള്ള ഒരവസ്ഥയിലൊന്നും ആകണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥ കണ്ട് പലരും നമ്മളിൽ നിന്ന് അകന്നാ പോയെ, സാഹചര്യം കണ്ട് പലരും മാറിയാ പോയെ, മുഖം തിരിച്ചാ പോയെ. ഇവിടെ ഒരു ദൈവത്തെ കാണാം, യേശുവിനെ കാണാം. അവസ്ഥ കണ്ടിട്ടും സാഹചര്യം കണ്ടിട്ടും അവസ്ഥ മോശമാണെന്നറിഞ്ഞിട്ടും മുഖം തിരിക്കാതെ മാറിപ്പോകുന്നൊരു ദൈവത്തെ കാണുന്നില്ല. അവസ്ഥ കണ്ട് കുറേ കൂടി അടുത്തേക്ക് വരുന്ന, ആ വ്യക്തിയെ സൗഖ്യമാക്കുന്ന,
എല്ലാവരുടെയും ഒപ്പമെത്തിക്കുന്ന ഒരത്ഭുതമാക്കുന്ന ദൈവത്തെ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെയൊക്കെ അവസ്ഥ കണ്ട് ചിലർ മാറിപ്പോയിട്ടുണ്ട്. നമ്മുടെ അവസ്ഥ കണ്ടിട്ട് വാതിലടച്ചവരുണ്ട്. എനിക്കങ്ങനെ നല്ല അനുഭവങ്ങളുണ്ട്. ഞാൻ എൻ്റെ വീടിൻ്റെ സാഹചര്യത്തിൽ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലത്ത് എൻ്റെ വീട്ടിലുള്ളവർ എന്നോട് പറഞ്ഞു, ഇന്ന വീട്ടിൽ ചെന്ന്, ഇന്ന ഒരു കുടുംബക്കാരുടെ വീട്ടിൽ ചെന്ന് കുറച്ച് പൈസ ചോദിക്കുക, നമുക്കാവുമ്പോൾ കൊടുക്കാം. ഞാനാണ് ആ പണം മേടിക്കാൻ ആ വീട്ടിൽ ചെന്നത്. ആ റോഡിൻ്റെ സൈഡിൽ നിന്ന് ഇറങ്ങി അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ, ആ വീടിൻ്റെ തിണ്ണയോടടുത്ത് വന്നപ്പോൾ ആ വീട്ടിലെ ഒരാൾ എന്നെ കണ്ട് അവർ വേഗത്തിൽ വാതിലടച്ചു. അപ്പോൾ അവർ അകത്തുനിന്ന് പറയുന്നത് പുറത്തുനിന്ന് ഞാൻ കേട്ടു, എന്തോ സഹായത്തിനാന്ന് തോന്നുന്നു, വാതിൽ തുറക്കണ്ട, എന്തോ സഹായം ചോദിച്ചും കണ്ട് വരുന്നതാണ് പോലും. ഞാൻ അവിടെ നിന്ന് ഒരു സെക്കൻഡ് പോലും അവരെ ബുദ്ധിമുട്ടിക്കാതെ തിരിച്ചു കയറിപ്പോയി വീട്ടിലേക്ക് പോയ സാഹചര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറയുന്നത് നുണയൊന്നുമല്ല, ഞാൻ പറയുന്ന എല്ലാ കാര്യവുമല്ല, ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചതാ. നമ്മുടെ അവസ്ഥ കണ്ട് ചിലർ വാതിലടയ്ക്കും, ചിലർ മുഖം തിരിക്കും. സ്വാഭാവികമാണ്, ആരെയും കുറ്റം പറയാൻ പറ്റില്ല, അത് മാനുഷികമാണ്. പക്ഷെ ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ഞാൻ കണ്ട ദൈവത്തിൻ്റെ പ്രത്യേകത, ഒരാൾ സഹായം അറിയിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വരുന്ന, അവൻ്റെ ആവശ്യങ്ങളെ നടത്തി കൊടുക്കുന്ന, അവനെ ഒരു അത്ഭുതമാക്കി എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ കണ്ടത്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഏതു കാര്യത്തിലാണ് ഇന്ന് വിഷമിക്കുന്നത്? എന്ത് കാര്യമാണ് ഇന്ന് പ്രാർത്ഥിച്ചത്? എന്ത് നിയോഗത്തിൻ്റെ മേലാണ് ദൈവം ഇടപെടേണ്ടത്? ആ വിഷയത്തിൻ്റെ മേൽ ഇന്നൊരത്ഭുതം നടക്കാനിടയാകട്ടെ. യേശുവിൻ നാമത്തിലുള്ള അത്ഭുതം ആ ഭവനത്തിൽ സംഭവിക്കണമേ. ഈ വീടിനെ മുഴുവനായി സമർപ്പിക്കുന്നു. ഓരോ വചനം കേൾക്കുന്ന ഭവനത്തെ, അതിലുള്ള ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ വീടിൻ്റെ തിണ്ണ മുതൽ അടുക്കള വരെയുള്ള ഓരോ മുറികളും, കയറി വരുന്ന വഴികളും ചുറ്റുവട്ടങ്ങളും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ, കൃഷിയിടങ്ങൾ, വളർത്തു മൃഗങ്ങൾ, ഓടിക്കുന്ന വാഹനം, എല്ലാത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകട്ടെ. നിങ്ങളുടെ യാത്രകൾ, തീരുമാനങ്ങൾ അനുഗ്രഹമാകട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. സാമ്പത്തിക ഭദ്രത നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ പാളിപ്പോകാതിരിക്കട്ടെ. മന്ത്രവാദം, കൂടോത്ര, ക്ഷുദ്രപ്രയോഗം, അസൂയ, അസ്വസ്ഥത കൊണ്ടും ചെയ്യുന്ന കാര്യങ്ങൾ ഒരാളും ഏൽക്കാതിരിക്കട്ടെ. ഒരാളിലും അത് തൊടാതിരിക്കട്ടെ. ദൈവത്തിൻ്റെ സുരക്ഷിത വലയം നമ്മളിലെല്ലാം ഉണ്ടാകട്ടെ. നിങ്ങളുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകട്ടെ. എടുക്കുന്ന തീരുമാനങ്ങൾ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഹോസ്റ്റലിൽ, സ്കൂളിൽ, കോളേജിൽ, വിദൂര രാജ്യങ്ങളിൽ പഠിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും അനുഗ്രഹമാകട്ടെ. നല്ല ജോലി ലഭിക്കാൻ ഇടയാകട്ടെ. സാമ്പത്തിക പ്രതിസന്ധികൾ മാറട്ടെ. ആ ജപ്തിയൊക്കെ മാറിപ്പോകാൻ ഇടയാകട്ടെ. ആ ലോണ് ശരിയാകാൻ ഇടവരട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥനയോടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഇന്ന് തിങ്കളാഴ്ച ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ ധ്യാനം ബുക്കിങ്ങിൻ്റെ ദിവസമുണ്ട്. വ്യാഴാഴ്ച പ്രാർത്ഥനയോടെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാം. ഓരോ ദിവസവും അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട്. ഇവിടുത്തെ കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നതും, മുട്ടിലെഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നതും, നിയോഗം എഴുതിയിടുന്നതും, പ്രാർത്ഥനയോടെ ഈ ആലയത്തിൽ വരുന്നതൊക്കെ ഒത്തിരി അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച എനിക്ക് അല്പം പനിയൊക്കെ ബാധിച്ച് ഞാൻ ഇച്ചിരി ക്ഷീണമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിവിടെ വടുവഞ്ചാലിലുള്ള ഹോസ്പിറ്റലിൽ ഒരു ചെറിയ മരുന്ന് മേടിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പറയുവാണ്, ആ ഹോസ്പിറ്റലിൽ വന്ന 3-4 പേര് തന്നെ ഒത്തിരി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന്. ഞങ്ങൾ വാഹനത്തിൽ വരുമ്പോൾ 2-3 പേരുണ്ട്. പല കാര്യങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടന്നത് സ്ഥലത്തെ ഡോക്ടർ പോലും ഞങ്ങളോട് പറയുകയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കണം. കുടുംബക്കാർ, പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, ഒപ്പം പഠിച്ചവർ, അയൽക്കാർ, പള്ളിക്കാർ, ദേശക്കാർ, എല്ലാവർക്കും അയച്ചു കൊടുക്കണം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം, വലിയവനായ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ.